രസകരമായ ഒരു ചലച്ചിത്രം കോൺ ഐലൻഡ് നിരവധി ഇന്റർനാഷണൽ വേദികളിൽ പ്രദർശിപ്പിക്കപ്പെട്ട 87ാമത് അക്കാദമി അവാർഡിലേക്ക് ബെസ്റ്റ് ഫോറിൻ ലാംഗ്വേജ് കാറ്റഗറിയിൽ ജോർജിയൻ എൻട്രിയായി സമർപ്പിക്കപ്പെട്ട ചലച്ചിത്രം കോൺ ഐലൻഡ്. ചലച്ചിത്രത്തിന്റെ വിശദമായ കഥയിലേക്ക് പോകുന്നതിനു മുമ്പ് സിനിമാ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെട്ടവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. തുടർന്നും കാണുവാൻ ആഗ്രഹിക്കുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. സ്പ്രിംഗ് സീസൺ കഴിയുന്ന സമയത്ത് എപ്പോഴും എങ്കോരി നദിയിൽ എക്കൽമണ്ണ് അടിഞ്ഞുകൂടി ചെറിയ ദ്വീപുകൾ രൂപപ്പെടാറുണ്ട്. സ്പ്രിംഗ് കാലത്ത് കനത്ത വെള്ളപ്പൊക്കം സംഭവിക്കും. ആ സമയം ഒഴുകിക്കൂടുന്ന എക്കൽമണ്ണ് കൂടിച്ചേർന്ന് ഒരു ദ്വീപായി മാറുകയാണ് പതിവ്. കൃഷിയൊക്കെ ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ മണ്ണ്. അന്നൊരു ദിവസം വൃദ്ധനായ ഒരു മനുഷ്യൻ, ഒരു മുത്തശ്ശൻ, തന്റെ തോണി തുഴഞ്ഞ് എങ്കൂരി റിവറിലൂടെ മുമ്പോട്ടേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എങ്കൂരി നദി ഒഴുകുന്നത് വെസ്റ്റേൺ ജോർജിയയിലാണ്. ആ വൃദ്ധൻ തോണി തുഴഞ്ഞ് സ്പ്രിംഗിന് ശേഷം രൂപപ്പെട്ട എക്കൽമണ്ണ് അടിഞ്ഞുകൂടിയ ആ ദ്വീപിലെത്തിച്ചേർന്നു. വളരെ ചെറിയൊരു ദ്വീപാണത്. പക്ഷേ അവിടുത്തെ മണ്ണിന് അത്രമേൽ വളക്കൂറുണ്ടാകും. വൃദ്ധനായ ആ മുത്തച്ഛൻ ആ മണ്ണ് പരിശോധിച്ചു. നല്ല മണ്ണ് തന്നെയാണ്, അവിടെ കൃഷി ഇറക്കാം. സാധാരണ രീതിയിൽ ചോളമാണ് കൃഷി ചെയ്യുക. വസന്തകാലമാണ് വരാനിരിക്കുന്നത്. വസന്തകാലത്ത് കൃഷി ചെയ്താൽ, പ്രത്യേകിച്ചും അവിടെ കൃഷി ചെയ്താൽ 3 മാസം കൊണ്ട് വിളവ് നേടാൻ പറ്റും. സാധാരണയായി നദിയിൽ ഇങ്ങനെ രൂപപ്പെടുന്ന ദ്വീപുകൾക്ക് മറ്റാർക്കും അവകാശങ്ങളുണ്ടാവില്ല. ആദ്യം അവിടെ എത്തുന്ന വ്യക്തി അവിടെ കൊടിനാട്ടി തന്റെ അവകാശം അതിൽ സ്ഥാപിക്കും. പിന്നാലെ കൃഷി ഇറക്കും. അതാണ് കർഷകരുടെ രീതി. കർഷകരെ സംബന്ധിച്ചിടത്തോളം എക്കൽമണ്ണ് അടിഞ്ഞുകൂടി ഉണ്ടാവുന്ന ആ ദ്വീപ് അവർക്ക് അത്രമേൽ വരദാനമാണ്. കാലാവസ്ഥ എങ്ങനെ മാറിമറിയാമെന്ന് പറയാൻ പറ്റില്ലെങ്കിലും പെട്ടെന്ന് വിളവെടുക്കാൻ പറ്റുമെന്ന സ്വപ്നം കണ്ട് വിത്ത് വിതയ്ക്കാൻ പറ്റിയൊരിടം. അന്ന് വന്ന തന്റെ ഉദ്ദേശം പൂർണ്ണമായതും മുത്തശ്ശൻ ബോട്ടെടുത്ത് തിരികെ തുഴഞ്ഞുപോയി. അടുത്ത ദിവസം പുലർച്ചെ വൃദ്ധൻ വീണ്ടും തിരികെ ആ ദ്വീപിലേക്ക് എത്തിച്ചേർന്നു. ഇത്തവണ വന്നപ്പോൾ ബോട്ടിൽ കുറച്ച് മരക്കഷ്ണങ്ങളും പട്ടികകളും ഒക്കെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. തന്റെ അടുത്തുള്ള കൃഷിക്കാലം മുഴുവൻ അവിടെ താമസിക്കാനും സമയം ചെലവഴിക്കാനും തനിക്ക് ചെറിയൊരു ഹട്ട് വേണം, ഒരു കുടിൽ വേണം. അത് നിർമ്മിക്കലായിരുന്നു മുത്തശ്ശന്റെ ആദ്യ ലക്ഷ്യം. മുത്തശ്ശൻ അതിനായുള്ള പണികൾ ആരംഭിച്ചു. അടിഞ്ഞുകൂടിയ എക്കൽമണ്ണായതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റായ പ്രദേശമായിരുന്നു. ഒറ്റയ്ക്ക് തറയിലേക്ക് കമ്പുകൾ അടിച്ചു താഴ്ത്താനും ആദ്യഘട്ടം പൂർത്തീകരിക്കാനും മുത്തശ്ശൻ എളുപ്പം കഴിഞ്ഞു. ഇടവേളകളിൽ അദ്ദേഹം വിശ്രമിച്ചു. 3 മാസം ഇവിടെ കൃഷി ചെയ്താൽ നല്ല വിളവ് കിട്ടും. അത് കഴിയുമ്പോൾ അതുമായി വീട്ടിലേക്ക് പോകാമല്ലോ. അദ്ദേഹത്തിന് വളരെ വലിയ പ്രത്യാശയുണ്ടായിരുന്നു. ജോലി ചെയ്തും വിശ്രമിച്ചും സമയം വൈകുന്നേരമായി. അത്രയും നേരം കൊണ്ട് കുടിലിന് വേണ്ട 4 തൂണുകൾ സ്ഥാപിക്കാനേ അദ്ദേഹത്തിന് സാധിച്ചിരുന്നുള്ളൂ. സന്ധ്യയോടടുത്തപ്പോ സാധനങ്ങളും എടുത്ത് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസം പുലർച്ചെ മുത്തശ്ശൻ ഐലൻഡിലേക്ക് തോണി തുഴഞ്ഞു വരാൻ തുടങ്ങി. പക്ഷേ ഇത്തവണ തോണിയിൽ കൂടെയൊരു പെൺകുട്ടിയുമുണ്ട്. മുത്തശ്ശന്റെ പേരക്കുട്ടിയാണ്. അവളുടെ മാതാപിതാക്കൾ ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. മുത്തശ്ശന്റെ സംരക്ഷണത്തിലാണ് അവൾ വളരുന്നത്. ഇരുവരും ഐലൻഡിലെത്തി ജോലികളിൽ ഏർപ്പെടാൻ തുടങ്ങി. ആദ്യം ചെയ്തത് ഭക്ഷണത്തിനായി കുറച്ച് മീൻ പിടിക്കലായിരുന്നു. പക്ഷേ മുത്തശ്ശനും പേരക്കുട്ടിയും തമ്മിൽ അധികം സംസാരങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. കുറച്ചുനേരം ആ പെൺകുട്ടി മുത്തശ്ശൻ വിശ്രമിച്ചപ്പോ ആ ഐലൻഡിന്റെ തീരം തൊട്ട് നടന്നു. ശേഷം മുത്തശ്ശന്റെ അരികിൽ വന്നു കിടന്നു. അവളുടെ കയ്യിൽ ഒരു പാവക്കുട്ടിയുണ്ട്. അവളെപ്പോഴും അത് തന്നോട് ചേർത്തു പിടിക്കുമായിരുന്നു. ഇടവേളകളിൽ വിശ്രമിച്ചും അല്ലാത്തപ്പോൾ ജോലി ചെയ്തും അവരുടെ ആ ദിവസം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇടയ്ക്കൊക്കെ അതുവഴി ബോട്ടിൽ പട്ടാളക്കാർ പോവാറുണ്ടായിരുന്നു. കൂടുതലും ജോർജിയൻ പട്ടാളക്കാരാണ്. അവരെ കണ്ടതും ഭയന്ന് പെൺകുട്ടി മുത്തശ്ശന്റെ അരികിലേക്ക് വന്നു. മുത്തശ്ശൻ പട്ടാളക്കാരെ നോക്കി. വൈകാതെ അവർ അവിടെ നിന്ന് തിരികെ പോവുകയും ചെയ്തു. പെൺകുട്ടി പട്ടാളക്കാർ പോയതും മുത്തശ്ശനോട് ചോദിച്ചു, നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലം ഇത് ജോർജിയൻസിന്റേതാണോ? മുത്തശ്ശൻ പറഞ്ഞു, ഈ നദിയുടെ അങ്ങേക്കരയിലുള്ള സ്ഥലമുണ്ടല്ലോ, അതൊക്കെ ജോർജിയൻസിന്റേതാണ്. പക്ഷേ ഈ ഐലൻഡിൽ ആർക്കും അവകാശമില്ല. ഈ ഐലൻഡ് പിടിച്ചെടുത്ത് ആരാണോ ഇവിടെ കൃഷി ചെയ്യുന്നത് ഇവിടം അവരുടേതാണ്. അബ്ഖാസിയ രാജ്യവും ജോർജിയയും തമ്മിൽ ചരിത്രത്തിൽ ഏറ്റുമുട്ടലുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായി അതിർത്തി പോലെ പങ്കിടുന്ന എങ്കൂരി നദിയിൽ എപ്പോഴും പട്ടാളക്കാരുടെ ഒരു ചുറ്റൽ തന്നെ ഉണ്ടാകും. പലപ്പോഴും റഷ്യൻസും അങ്ങോട്ടേക്ക് എത്തിച്ചേരാറുണ്ട്. ജോർജിയക്കും അബ്ഖാസിയക്കും ഇടയിൽ സമാധാനം നിലനിർത്തലാണ് ആ റഷ്യൻ പട്ടാളത്തിന്റെ ദൗത്യം. എന്തായാലും മുത്തശ്ശനും പെൺകുട്ടിയും ജോലികൾ തുടർന്നുകൊണ്ടിരുന്നു. ഒരു ഘട്ടത്തിൽ ഇരുവർക്കും വിശക്കാൻ തുടങ്ങി. അവിടുണ്ടായിരുന്ന ഉണങ്ങിയ മരത്തിൽ നിന്ന് വിറകുകൾ വെട്ടിയെടുത്ത് മുത്തശ്ശൻ തീ കൂട്ടി. നദിയിലിറങ്ങി മീൻ പിടിച്ച് അത് കറിവെക്കാൻ ആരംഭിച്ചു. വീട്ടിൽ നിന്ന് മറ്റു ചില വസ്തുക്കൾ കൂടി കൊണ്ടുവന്നിരുന്നു. അത് വെച്ച് ഭക്ഷണമുണ്ടാക്കി അവർ കഴിച്ചു. അന്നും അധികം ജോലിയൊന്നും മുമ്പോട്ട് പോയിരുന്നില്ല. കൂടുതൽ സമയം വിശ്രമിച്ചും പറ്റുന്ന പോലെ പണികൾ ചെയ്തും അന്നത്തെ ദിവസവും വൈകുന്നേരമായി. മുത്തശ്ശനും പേരക്കുട്ടിയും തിരികെ പോയി. അടുത്ത ദിവസം വീണ്ടും ഇരുവരും തിരികെ വന്നു. ഇത്തവണ കൂടുതൽ പലകകളുമായിട്ടായിരുന്നു വരവ്. വളരെ പെട്ടെന്ന് തന്നെ
വീടിന്റെ ഭിത്തികളും മറ്റും അവർ പണിതെടുത്തു. ഇനിയിപ്പോൾ മേൽക്കൂരയുണ്ടാക്കാൻ മാത്രമേ ബാക്കിയുള്ളൂ. തിരികെ പോയി അവർ മേൽക്കൂരയുണ്ടാക്കാൻ വേണ്ട സാധനങ്ങളും കൊണ്ടുവന്ന് അതിന്റെ പണിയും പൂർത്തീകരിച്ചു. അന്ന് കുറച്ചു കഴിഞ്ഞ് മറിയം തന്റെ മുഖം കഴുകാൻ നദിയിലേക്ക് ഇറങ്ങിയിരുന്നു. ആ സമയമാണ് ജോർജിയൻ പട്ടാളം ബോട്ടിൽ പോയത്. അവർ മറിയത്തിനെ കണ്ട് വല്ലാതെ നോക്കുന്നുണ്ടായിരുന്നു. മറിയവും അവരെ നോക്കിക്കൊണ്ട് തന്നെ നിന്നു. അവളുടെ വസ്ത്രമൊക്കെ നനഞ്ഞിരിക്കുകയായിരുന്നല്ലോ. അവൾ തിരികെ അവരുണ്ടാക്കിയ കുടിലിനകത്തേക്ക് കയറി. അന്നവൾക്ക് എന്തോ ഒരു പ്രത്യേകത അനുഭവപ്പെട്ടു. തന്റെ അർദ്ധനഗ്ന ശരീരം ഒരുപക്ഷെ ആ പട്ടാളക്കാർ കണ്ടിട്ടുണ്ടാകണം. ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു ഫീലിംഗ്സ് ഒന്നും അവൾക്കുണ്ടായിട്ടേയില്ല. വളരുന്നതിന്റെ കൗമാരപ്രായത്തിന്റെ ലക്ഷണങ്ങൾ അവളിൽ പ്രകടമായി കണ്ടു തുടങ്ങുന്നു. ആ ദിവസം മുമ്പോട്ടേക്ക് പോയി. വിശന്നപ്പോ പതിവ് പോലെ ഇരുവരും ഭക്ഷണം തയ്യാറാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. പെൺകുട്ടിയും മുത്തച്ഛനും തമ്മിൽ സംഭാഷണങ്ങൾ വളരെ കുറവാണ്. എന്താണ് അതിന് കാരണമെന്നൊന്നും വ്യക്തമാകുന്നുമില്ല. അന്നത്തെ ദിവസം അവരുടെ കുടിലുണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഴുവനായും കടന്നുപോയിരുന്നു. അടുത്ത ദിവസം മുത്തശ്ശൻ മാത്രമായിരുന്നു അങ്ങോട്ടേക്ക് വന്നത്. വന്നപാടെ മുത്തശ്ശൻ കൃഷിപ്പണിക്കായി നിലം കിളച്ചുമറിക്കാൻ ആരംഭിച്ചു. ഇടവേളകളിൽ കുടിലിനുള്ളിൽ അദ്ദേഹം വിശ്രമിച്ചു. വീണ്ടും വന്ന് തന്റെ പണി തുടർന്നു. വിശക്കുമ്പോൾ ഭക്ഷണം കഴിച്ചു. അന്ന് വൈകുന്നേരത്തോടെ അവിടെ മുഴുവൻ കിളച്ചു മറിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഇതിനിടയിൽ പലപ്പോഴും നദിയുടെ മറുഭാഗത്ത് ജോർജിയൻ തീരത്തും മറ്റുമായി വെടിയൊച്ചകൾ മുഴങ്ങുന്നത് മുത്തശ്ശൻ കേട്ടിരുന്നു. വൈകുന്നേരമായതോടെ മുത്തശ്ശൻ അവിടെ നിന്ന് വീണ്ടും നാട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസം വിത്ത് വിതയ്ക്കണം. പിറ്റേന്ന് മുത്തശ്ശൻ വന്നപ്പോ കൂടെ ആ പെൺകുട്ടിയും ഉണ്ടായിരുന്നു. മുത്തശ്ശന്റെ പേരക്കുട്ടി. ഇരുവരും ഒന്നിച്ച് വിത്ത് വിതയ്ക്കാൻ ആരംഭിച്ചു. ചോളമാണ് നടുന്നത്. പെൺകുട്ടി വിത്ത് വിതച്ച് മുമ്പോട്ടേക്ക് പോകും. മുത്തശ്ശൻ ആ വിത്തൊക്കെ മണ്ണിട്ട് മൂടും. വൈകുന്നേരത്തോടെ മുഴുവൻ വിത്ത് വിതച്ച് തീർക്കുവാൻ അവർക്ക് കഴിഞ്ഞു. അപ്പോഴേക്കും മേഘങ്ങൾ ഇരുണ്ടു കൂടിയിരുന്നു. മഴ പെയ്തേക്കാം. അവർക്ക് പക്ഷേ വലിയ ആശങ്കകളൊന്നും തോന്നിയില്ല. മുത്തശ്ശനും പേരക്കുട്ടിയും അവരുടെ കുടിലിൽ കയറി ഇരിപ്പുറപ്പിച്ചു. പുറത്ത് നല്ല മഴ പെയ്യുകയാണ്. മഴ തോർന്നു കഴിഞ്ഞാൽ വീട്ടിലേക്ക് മടങ്ങിപ്പോകാം. അവർ കാത്തിരിപ്പ് തുടർന്നു. പക്ഷേ ഇടയ്ക്ക് ശക്തമായ കാറ്റ് വീശാനും ആരംഭിച്ചു. നദിയിൽ ചെറുതായി വെള്ളമുയരുന്നുമുണ്ട്. അപ്പോഴാണ് മുത്തശ്ശൻ ശ്രദ്ധിച്ചത്. അവരുടെ ബോട്ട് ആടിയുലയുന്നു. ബോട്ടിനിയും നദിയിൽ കിടന്നാൽ ബോട്ട് കെട്ടഴിഞ്ഞ് നഷ്ടപ്പെട്ടാലോ എന്നൊരു തോന്നൽ മുത്തശ്ശന് വന്നു. അതോടെ ബോട്ട് കരയിലേക്ക് കയറ്റിയിടാൻ വേണ്ടി മുത്തശ്ശനും പേരക്കുട്ടിയും ഓടിച്ചെന്നു. ഒരു തരത്തിൽ കഷ്ടപ്പെട്ട് അവര് ബോട്ട് കരയിലേക്ക് വലിച്ചു കയറ്റിയിട്ടു. തിരികെ കുടിലിനകത്തേക്ക് കയറി അവർ ചൂടുകാഞ്ഞു. കുറച്ചു സമയം കഴിഞ്ഞതും മഴ മാറിയിരുന്നു. കാലാവസ്ഥ പൂർണ്ണമായും തെളിഞ്ഞു തുടങ്ങി. പക്ഷേ പെയ്ത മഴയിൽ നദിയിലെ ഒഴുക്ക് കൂടിയിട്ടുണ്ട്. ഐലൻഡിന്റെ ഒരു ഭാഗത്തേക്ക് നദി ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ തുടർന്നാൽ ഐലൻഡിന്റെ ആ ഭാഗം നദി എടുത്തുകൊണ്ടുപോയേക്കാം. അത് പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ. അവർ അതിനുള്ള ശ്രമം ആരംഭിച്ചു. മരങ്ങളും ചെടിയൊക്കെ വെട്ടിയെടുത്തുകൊണ്ടുവന്ന് അവിടെ അവർ ചെറിയൊരു തട തീർത്തു. ഒഴുക്കുവെള്ളം ഇടിച്ചു കയറി അവരുടെ ഐലൻഡ് നഷ്ടപ്പെട്ടു പോവാതിരിക്കാനായിരുന്നു അത്. അടുത്ത ദിവസങ്ങളിൽ അവർ ഐലൻഡിൽ ഓരോരോ കാര്യങ്ങളുമായി ചെലവഴിച്ചു. വൈകാതെ വിത്തുകൾ മുളച്ചു വരാൻ ആരംഭിച്ചു. ഒരു ദിവസം രാത്രിയിൽ ജോർജിയൻ പട്ടാളക്കാർ തങ്ങളുടെ പട്രോളിംഗിലായിരുന്നു. അപ്പോഴാണ് അവർ കണ്ടത് ഐലൻഡിൽ ഒരു മാൻ കയറി വൃദ്ധന്റെ കൃഷി തിന്നുകൊണ്ടിരിക്കുന്നു. അവർ അങ്ങോട്ടേക്ക് കടന്നുവന്ന് ആ മാനിനെ വെടിവെച്ചു കൊന്നു. ശേഷം അതിനെ എടുത്തുകൊണ്ടുപോയി. അടുത്ത ദിവസം പുലർച്ചെത്തിയ ആ മുത്തശ്ശൻ ആ കാഴ്ച കണ്ടു. ഒരു ഭാഗത്തെ വിളകൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഏതോ വന്യമൃഗം കടന്നു വന്നതാകാം എന്ന് തന്നെ മുത്തച്ഛൻ കണക്കുകൂട്ടി. രാത്രിയിൽ അവരവിടെ തങ്ങാറില്ലല്ലോ, അതുകൊണ്ട് തന്നെ കൃഷിക്ക് കാവലുമില്ല. ഇങ്ങനെ തുടർന്നാൽ കൃഷി മുഴുവൻ നശിച്ചു പോകും എന്ന് മനസ്സിലാക്കി മുത്തച്ഛൻ ഇനി ആ ഐലൻഡിൽ തന്നെ താമസിക്കാൻ തീരുമാനിച്ചു. വിളവെടുപ്പ് കഴിഞ്ഞിട്ട് ഗ്രാമത്തിലേക്ക് തിരികെ പോകാം എന്നായിരുന്നു മുത്തച്ഛന്റെ കണക്കുകൂട്ടൽ. ഈ സമയത്തൊക്കെയും അതിർത്തിയോട് ചേർന്ന കാട്ടിൽ നിന്നും വെടിയൊച്ചകൾ മുഴങ്ങിക്കേൾക്കുന്നുണ്ടായിരുന്നു. അടുത്ത ദിവസം മറിയവും മുത്തച്ഛനും ഐലൻഡിൽ ജോലിയിൽ തുടരുമ്പോ അതുവഴി സോൾജേഴ്സിന്റെ പട്രോളിംഗ് ബോട്ട് കടന്നുപോയി. അവർ മറിയത്തെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. മറിയമും അതിലെ ചെറുപ്പക്കാരായ പട്ടാളക്കാരെ നോക്കി നിന്നു. അവളുടെ വളരുന്ന പ്രായമാണല്ലോ. ശാരീരിക വളർച്ചയും അതിനൊത്ത മാനസിക വളർച്ചയും അവളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത ദിവസം മുത്തശ്ശന്റെ പേരക്കുട്ടി മറിയം നദീതീരത്ത് നിന്ന് വസ്ത്രമലക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു. ഈ സമയം മറുകരയിൽ വന്നു നിന്ന കുറച്ച് പട്ടാളക്കാർ അവളെ നോക്കി വിസിലടിക്കാനും കമന്റടിക്കാനുമൊക്കെ ആരംഭിച്ചു. മറിയത്തിന് അതിൽ സന്തോഷവും ഒപ്പം സങ്കടവും തോന്നി. ആദ്യമായിട്ടാണ് അത്തരത്തിലുള്ള ഫീലിംഗ്സ് ഒക്കെ അവൾക്കുണ്ടാകുന്നത്.
ഉണ്ടാവുന്നത്. ഒരു വല്ലാത്ത അവസ്ഥ. ആ സമയം കുടിലിനകത്ത് നിന്ന് അതൊക്കെ കേട്ടുകൊണ്ട് മുത്തശ്ശൻ പുറത്തേക്ക് വന്നു. കയ്യിൽ തന്റെ തോക്കുണ്ടായിരുന്നു. അദ്ദേഹം തോക്കുകൊണ്ട് ആകാശത്തേക്ക് വെടിയുതിർത്തു. അതോടെ മറുവശത്തുണ്ടായിരുന്ന പട്ടാളക്കാർ അവിടെ നിന്ന് തിരികെ പോയി. അന്ന് വൈകുന്നേരം മറിയം തനിയെ തന്റെ വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് കുറച്ച് വസ്തുക്കളൊക്കെയായി തിരികെ വന്നു. അന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ മുത്തശ്ശൻ അവളോട് ചോദിച്ചു, നിന്റെ സ്കൂളിലെ പഠനമൊക്കെ കഴിഞ്ഞെന്നായിരുന്നു അവളുടെ മറുപടി. പക്ഷെ അവൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. അത് കിട്ടാൻ അടുത്ത വർഷമാകും എന്നവൾ പറഞ്ഞു. മുത്തശ്ശൻ അതത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം അവൾ ഗ്രാജുവേറ്റ് ആവുന്നത് കാണാൻ അവളുടെ പാരന്റ്സ് കൂടെയില്ല. മുത്തശ്ശന്റെ ഏറ്റവും വലിയ ആഗ്രഹം അവൾക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് കാണാനാണ്. അതിനു വീണ്ടും സമയമെടുക്കുന്നു. മറിയം അങ്ങനെ സ്വയം പര്യാപ്തത കൈവരിച്ച് മുമ്പോട്ട് ജീവിക്കുമല്ലോ, അവൾ നല്ലൊരു പശ്ചാത്തലത്തിൽ വളരുമല്ലോ എന്നൊക്കെ മുത്തച്ഛൻ ആഗ്രഹിച്ചു. വിദ്യാഭ്യാസമാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം എന്നാ മുത്തച്ഛൻ വിശ്വസിച്ചിരിക്കണം. മറിയത്തിനും മുത്തച്ഛനെ ഡിസപ്പോയിന്റ് ആക്കരുത് എന്നുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ മറിയം വിളക്കുമെടുത്ത് നദിയിൽ കുളിക്കാനിറങ്ങി. പകലിൽ കുളിക്കുമ്പോ സോൾജേഴ്സിന്റെ ശല്യമുണ്ടല്ലോ, അതുകൊണ്ടായിരുന്നു രാത്രി കുളിക്കാൻ അവൾ തീരുമാനിച്ചത്. അവളിൽ വളർച്ചയുടെ മാറ്റങ്ങൾ വന്നു തുടങ്ങുന്നു. പക്ഷേ കുളിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അവൾ ഒരു വെടിവെച്ച് ഉയർന്നു കേട്ടു. ആ ഭയത്തിൽ അവൾ ആ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ഒഴുക്കിൽപ്പെടേണ്ടതുപോലുമായിരുന്നു. ഒരു തരത്തിൽ തിരികെ നീന്തിക്കയറി വന്നവൾ വേഗത്തിൽ കുടിലിനകത്തേ കൂടി. അടുത്ത ദിവസം പുലർച്ചെ അവൾ തീരത്തുള്ള മരക്കഷ്ണമൊക്കെ പെറുക്കിയെടുക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾ ആ കാഴ്ച കണ്ടത്. ഭയത്തോടെ അവൾ ഓടിവന്ന് മുത്തശ്ശനോട് കാര്യം പറഞ്ഞു. മുത്തശ്ശൻ വന്ന് നോക്കുമ്പോ പരിക്കേറ്റ ഒരു പട്ടാളക്കാരൻ അവിടെ വീണു കിടക്കുന്നു. തന്റെ വിളകൾക്കിടയിലാണ് അയാൾ കിടക്കുന്നത്. എന്തു ചെയ്യണം? മുത്തശ്ശൻ ഒരു നിമിഷം പരിഭ്രമിച്ചു നിന്നു. അപ്പോഴേക്കും അതുവഴി ജോർജിയൻ പട്ടാളക്കാർ ബോട്ടിൽ വന്നു. ആ പട്ടാളക്കാരൻ അയാളോട് ചോദിച്ചു, നിങ്ങള് കൃഷി ചെയ്യുവാൻ തിരഞ്ഞെടുത്തത് അപകടം പിടിച്ച സ്ഥലമാണല്ലോ. അതൊക്കെ പോട്ടെ, നിങ്ങളിവിടെ വേറെ ആരെങ്കിലും കണ്ടിരുന്നോ? ഇല്ലെന്നായിരുന്നു മുത്തശ്ശൻ മറുപടി പറഞ്ഞത്. ആ പട്ടാളക്കാർ ചെടികൾക്കിടയിൽ വീണു കിടക്കുന്ന പരിക്കേറ്റ ആ പട്ടാളക്കാരനെ തിരക്കിയാണ് വന്നത് എന്ന കാര്യം വ്യക്തമാണ്. ആരെങ്കിലും കണ്ട ഞങ്ങളെ വിവരമറിയിക്കണം എന്ന് പറഞ്ഞ് ആ പട്ടാളക്കാർ മടങ്ങിപ്പോയി. മുത്തശ്ശൻ പിന്നീട് ആ പട്ടാളക്കാരനെ വലിച്ച് ഒരു തരത്തിൽ കുടിലേക്ക് എത്തിച്ചു. അയാളുടെ മുറിവുകളൊക്കെ ക്ലീൻ ചെയ്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ആ സമയമൊക്കെ മറിയം പുറത്തു നിൽക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞതും മറിയത്തിനെ അയാൾ സാധനങ്ങൾ എടുക്കാൻ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. കുറെ സമയം പിന്നിട്ടപ്പോ സാധനങ്ങളുമായി മറിയം തിരികെ വന്നു. ചികിത്സയ്ക്ക് വേണ്ടതും ഭക്ഷണത്തിന് വേണ്ടതുമായ സാധനങ്ങൾ അതിലുണ്ടായിരുന്നു. പരിക്കേറ്റ പട്ടാളക്കാരനെ മുത്തശ്ശൻ ചികിത്സിച്ചു. പതിയെ അയാൾ സുഖപ്പെട്ടു വന്നു. ഒരു ദിവസം ആ സോൾജർ എഴുന്നേറ്റ് പുറത്തു വന്നിരുന്നിരുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുന്നത് അപകടമാണല്ലോ. മുത്തശ്ശൻ അയാളെ തിരികെ കുടിലിനകത്തേക്കാക്കി. പക്ഷേ പതിയെ ആ പട്ടാളക്കാരൻ അവരിലൊരാളായി മാറാൻ തുടങ്ങിയിരുന്നു. അവിടുത്തെ ജോലികളിൽ വിറക് മുറിക്കുന്നതും മറ്റുമായ ചില ജോലികൾ അയാൾ ഏറ്റെടുത്ത് ചെയ്യാൻ ആരംഭിച്ചു. ഒരു ദിവസം ഉച്ച കഴിഞ്ഞ് മറിയം വന്നപ്പോ പട്ടാളക്കാരൻ വിറക് വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാളെ ഒളിഞ്ഞു നിന്ന് മറിയം നോക്കിക്കണ്ടുകൊണ്ടിരുന്നു. മറിയത്തിനൊരു വല്ലാത്ത അനുഭൂതി അപ്പോഴൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. മറിയം അയാളോട് പറഞ്ഞു, നിങ്ങള് വല്ലാതെ ക്ഷീണിതനായിരിക്കുമല്ലോ, ഇതൊക്കെ ചെയ്യണോ? പക്ഷേ മറിയം സംസാരിക്കുന്ന ഭാഷ ആ പട്ടാളക്കാരന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നയാൾ അയാളുടെ ഭാഷയിൽ പറഞ്ഞു. മറിയം പോയി ഒരു ബക്കറ്റ് വെള്ളം എടുത്തുകൊണ്ട് വന്നു. അത് ആ പട്ടാളക്കാരന്റെ ദേഹത്തെ കുഴിച്ചു. എന്നിട്ട് ചിരിക്കാൻ തുടങ്ങി. മറിയത്തെ പിടികൂടാനും മറ്റുമായി പട്ടാളക്കാരൻ മറിയത്തിന്റെ പിന്നാലെയോടി. ഓടിയോടി അവർ നദിയിലെത്തി. ഇരുവരും പരസ്പരം വെള്ളം തെറിപ്പിച്ച് കളിക്കാനൊക്കെ ആരംഭിച്ചു. മറിയത്തിന്റെ വസ്ത്രം ഒരുപാട് നനഞ്ഞിരുന്നു. എന്നിരുന്നാലും പട്ടാളക്കാരനൊത്ത് അങ്ങനെ കളിക്കുമ്പോൾ അവൾക്കൊരു സന്തോഷം തോന്നിയിരുന്നു. പെട്ടെന്നാണ് അവൾ ആ കാഴ്ച കണ്ടത്. മുത്തശ്ശൻ കൃഷിയിടത്തിൽ നിന്ന് തന്നെ നോക്കിക്കാണുന്നുണ്ട്. പെട്ടെന്ന് അവളുടെ മുഖം മാറി. അവൾ അവിടെ നിന്ന് തിരികെ കയറി. മറിയം അങ്ങനെ അറിയാത്തൊരു വ്യക്തിയോടൊപ്പം അടുത്തിടപഴകുന്നതിൽ മുത്തശ്ശന് ദേഷ്യം തോന്നിയിരുന്നു. അന്ന് സന്ധ്യയായതും മുത്തശ്ശൻ തന്നെ മറിയത്തിനെയും കൂട്ടി നേരെ വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് പുലർച്ചെ മുത്തശ്ശൻ മാത്രമായിരുന്നു മടങ്ങി വന്നത്. മറിയത്തിനോട് വീട്ടിൽ തന്നെ ഇരിക്കാൻ മുത്തശ്ശൻ പറഞ്ഞിരുന്നു. എന്തായാലും മുത്തശ്ശനെത്തി പണികൾ തുടങ്ങി. പട്ടാളക്കാരൻ പുറത്തു വന്നിരിക്കുന്നുണ്ട്. അപ്പോഴാണ് അതുവഴിയിൽ വീണ്ടും ജോർജിയൻ പട്ടാളക്കാരുടെ ബോട്ട് വന്നത്. ആ പട്ടാളക്കാരൻ ഓടിയൊളിച്ചു. ജോർജിയൻ പട്ടാളക്കാരൻ മുത്തശ്ശന്റെ അടുത്ത് വന്ന് ചോദിച്ചു, ഇവിടെ കുടിക്കാൻ വല്ലതുമുണ്ടോ? എന്റെ കയ്യില് കുറച്ച് വൈൻ ബാക്കിയുണ്ടാകും. മുത്തശ്ശൻ പറഞ്ഞു. അതോടെ കമാൻഡർ അടക്കമുള്ള പട്ടാളക്കാർ അവിടെ ഇറങ്ങി. കുടലിൽ നിന്നും മുത്തശ്ശൻ വൈൻ എടുത്തു കൊടുത്തു. അവർ അത് കുടിച്ചവിടെ തുടർന്നു. മുത്തശ്ശന്റെ കാര്യത്തിൽ കമാൻഡർക്ക് സംശയമുണ്ട്. അവരുടെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ട പട്ടാളക്കാരനെ അവർക്കിതുവരെ കിട്ടിയിട്ടില്ല. ഒരു ഘട്ടത്തിൽ കമാൻഡർ തന്നെ കുടിലൊക്കെ പരിശോധിക്കാൻ തുടങ്ങി. ഇത് കണ്ട് പട്ടാളക്കാരൻ നദിയിൽ മുങ്ങിത്താണ് ഒളിച്ചിരുന്നിരുന്നു. കമാൻഡർ തിരച്ചിൽ
തിരച്ചിൽ നടത്തുന്ന കണ്ട് മുത്തശ്ശൻ ചോദിച്ചു, എന്താ നോക്കുന്നത്? കമാൻഡർ പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത് നിന്ന് ഒരു പട്ടി രക്ഷപ്പെട്ടിരുന്നു. അത് ഒരുപാട് ദൂരമൊന്നും പോവാൻ സാധ്യതയില്ല. അതെവിടെങ്ങാനും ഉണ്ടോന്ന് നോക്കിയതാ. ജോർജിയൻ സോൾജേഴ്സ് പോയതും മുത്തശ്ശൻ രക്ഷിച്ച പട്ടാളക്കാരൻ വീണ്ടും അങ്ങോട്ടേക്ക് കയറി വന്നു. അയാൾ വല്ലാതെ ഭയപ്പെട്ടിരുന്നു. എന്തായാലും ആ ദിവസം അങ്ങനെ കടന്നുപോയി. അടുത്ത ദിവസം പുലർച്ചെ മുത്തശ്ശൻ തിരികെ എത്തുമ്പോൾ കുടിലിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ആ പട്ടാളക്കാരനെ അവിടെ കാണുന്നില്ല. ആ പട്ടാളക്കാരൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയിരിക്കണം. പിന്നീട് അങ്ങോട്ടേക്ക് മുത്തശ്ശൻ വീണ്ടും പേരക്കുട്ടി മറിയത്തിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ആരംഭിച്ചു. അടുത്തൊരു ദിവസം അങ്ങോട്ടേക്ക് ഒരു റഷ്യൻ പട്ടാളത്തിലെ കുറച്ച് ആളുകൾ വന്നു. ഞങ്ങളുടെ ഒരു സുഹൃത്തിനെ ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആരെങ്കിലും നിങ്ങളിവിടെ കണ്ടിരുന്നോ? ഒരു പട്ടാളക്കാരൻ മുത്തശ്ശനോട് ചോദിച്ചു. ഞങ്ങൾ ആരെയും കണ്ടിട്ടില്ല എന്നായിരുന്നു മുത്തശ്ശന്റെ മറുപടി. അതോടെ മുത്തശ്ശൻ രക്ഷിച്ച വ്യക്തി ഒരു റഷ്യൻ സോൾജർ ആയിരുന്നു എന്ന കാര്യം വെളിപ്പെടുന്നു. പഴയ പട്ടാളക്കാരൻ പോയെന്നറിഞ്ഞതും മറിയം കുറച്ച് സങ്കടത്തിലായിരുന്നു. ജീവിതത്തിൽ മറിയത്തിന് സന്തോഷിക്കാൻ കിട്ടിയ അപൂർവം അവസരങ്ങളിൽ ഒന്നായിരുന്നു ആ പട്ടാളക്കാരൻ കൂടെയുണ്ടായിരുന്ന സമയം. അത് വീണ്ടും ഇല്ലാതായിരിക്കുന്നു. അധികം വൈകാതെ വിളവെടുപ്പിനുള്ള സമയമായി. മുത്തശ്ശൻ വിളവെടുപ്പ് ആരംഭിച്ചു. ഇതിനിടയിൽ പലപ്പോഴും ആ പഴയ പട്ടാളക്കാരനെ ഓർത്ത് മറിയം വിതുമ്പിയിരുന്നു. പക്ഷെ അന്ന് വൈകുന്നേരം മറ്റൊന്ന് സംഭവിച്ചു. കാർമേഘം ഇരുണ്ടുകൂടി. പെട്ടെന്ന് കനത്ത മഴയും വെള്ളപ്പൊക്കവുമൊക്കെ വരാൻ തുടങ്ങി. വിളവെടുക്കാൻ പകുതിയോളം ബാക്കിയുണ്ടായിരുന്നു. കനത്ത മഴയിൽ നദിയിലെ വെള്ളം ഐലൻഡിന്റെ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. കഴിയാവുന്ന വേഗത്തിൽ പറ്റുന്ന അത്രയും വിളവെടുത്ത ചോളം മുത്തശ്ശൻ വഞ്ചിയിലേക്ക് കയറ്റി. പിന്നാലെ അതുമായി പോകുവാൻ മറിയത്തിനോട് ആവശ്യപ്പെട്ടു. മുത്തശ്ശന് കയറാൻ ബോട്ടിൽ സ്ഥലം ബാക്കിയുണ്ടായിരുന്നില്ല. വെള്ളമുയർന്ന് അവരുടെ ഐലൻഡ് മുങ്ങിപ്പോവാൻ ആരംഭിച്ചിരുന്നു. എങ്ങനെ ഈ ഐലൻഡ് മുങ്ങിപ്പോവാതെ തടഞ്ഞു നിർത്താം എന്ന് മുത്തശ്ശനൊരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. മുത്തശ്ശൻ വേദനിച്ചു. 3 മാസത്തെ അധ്വാനമാണ് ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഒഴുക്കിൽ പെടാതിരിക്കാനും സ്വയം സംരക്ഷിക്കാനും മുത്തശ്ശൻ കുടിലിന്റെ ഭിത്തിയിൽ പിടിച്ചു നിന്നു. ഓരോ കാര്യങ്ങളോർത്ത് അദ്ദേഹം വിതുമ്പിക്കൊണ്ടിരുന്നു. പെട്ടെന്നത് സംഭവിച്ചു. കുടിൽ തകർന്ന് അദ്ദേഹത്തിന്റെ മേലേക്ക് വീണു. പതിയെ പതിയെ അവിടം മുഴുവനായി മുങ്ങി. കുടിലിന് മുകളിലും വെള്ളമുയർന്നു. മുത്തശ്ശൻ അങ്ങനെ മരണപ്പെട്ടിരിക്കാം. പിന്നീട് കുറച്ചധികം നാളുകൾക്ക് ശേഷം മറ്റൊരു വൃദ്ധൻ തോണി തുടഞ്ഞ് എക്കൽ മണ്ണ് അടിഞ്ഞുകൂടിയ ഒരു ഐലൻഡിലേക്ക് വരുന്നു. എൻകുരി നദിയിൽ തന്നെ രൂപപ്പെട്ട മറ്റൊരു ചെറിയ ദ്വീപ്. കൃഷിക്കായി അദ്ദേഹം അത് ഉചിതമാണെന്ന് കണ്ട് അവിടുത്തെ മണ്ണ് പരിശോധിച്ചു. മണ്ണ് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പാവ ലഭിച്ചു. മറിയം നേരത്തെ തന്റെ മുത്തച്ഛനൊപ്പം അതുപോലൊരു ഐലൻഡിൽ വന്നപ്പോ അവൾ സൂക്ഷിച്ചിരുന്ന അതേ പാവ. അയാൾ അത് കഴുകി തന്റെ ബോട്ടിൽ വെച്ചു. ഒരുപക്ഷെ പേരക്കുട്ടിക്കോ മറ്റോ കൊടുക്കാനാകും. അവിടെ കൃഷി ചെയ്താലുണ്ടാവുന്ന വിളവുകളെ പറ്റി ആലോചിച്ച് അദ്ദേഹം അന്നത്തെ ദിവസം മുഴുവൻ അവിടെ തുടരാൻ ആരംഭിച്ചു. ആ സൈക്കിൾ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ആ ദൃശ്യത്തോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. വെറുമൊരു സാധാരണ സിനിമയ്ക്കപ്പുറം ഈ ചലച്ചിത്രം പറഞ്ഞു വെക്കുന്ന കുറെ അർത്ഥതലങ്ങളുണ്ട്. അതിർത്തിക്ക് വേണ്ടി മനുഷ്യർ പോരടിക്കുമ്പോൾ കർഷകൻ വിശപ്പിനായി പോരടിക്കുന്നു. നിലനിൽപ്പിനായി, ജീവിതത്തിനായി പോരടിക്കുന്നു. ഏത് അതിർത്തിയും ഏത് വിളയും ഏത് സ്ഥലവും പിടിച്ചു നിർത്താൻ നോക്കിയാലും പ്രകൃതി അത് സ്വന്തമാക്കാൻ ശ്രമിച്ചാൽ ആർക്കും അത് തടയാനേ സാധിക്കില്ല. അതിർത്തികളും സ്വന്തമാക്കി വെക്കുന്നതുമെല്ലാം തന്നെ താൽക്കാലിക സംഗതികൾ മാത്രമാണ്. അമിതമായ ആഗ്രഹം ഒടുവിൽ ഒന്നുമില്ലാത്തതിലേക്കായിരിക്കും ഏവരെയും എത്തിച്ചു ചേർക്കുക. അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരുപാട് അർത്ഥതലങ്ങൾ ഈ സിനിമയ്ക്കുണ്ട്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.